തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ. വാർത്തകൾ വിശദമായി. പ്രവാസകാലത്തെ ഓർമ്മകൾ പുതുക്കുവാൻ അബുദാബിയിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമായ മീന ബ്രദേഴ്സ് പുത്തനത്താണി അറീന സ്പോർട്സ് ഹബ് മൈതാനിയിൽ ഒത്തുകൂടി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. അബുദാബിയിൽ 1990കളിൽ കളി തുടങ്ങിയ മീന ബ്രദേഴ്സിൻ്റെയും ബ്രദേഴ്സ് അബുദാബിയുടെയും വാട്സപ്പ് കൂട്ടായ്മയാണ് അബുദാബി ഫുട്ബോൾ ഫ്രണ്ട്സ്. മീന ബ്രദേഴ്സ് ടീമിന് 1995 മുതൽ മീന പോർട്ടിൻ്റെ ഫെഡ്ലൈറ്റ് മൈതാനിയിൽ എല്ലാ ദിവസവും ഫ്രീയായി കളിക്കുവാനുള്ള അനുവാദം ലഭിച്ചിരുന്നു. നാട്ടിൽ നിന്നും പുതുതായി ജോലി തേടി വരുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് മീന ടീം കളിക്കുവാനുള്ള സൗകര്യം ചെയ്തു നൽകിയിരുന്നു. കഴിഞ്ഞ 34 വർഷത്തിനുള്ളിൽ UAEയിൽ നടന്ന ടൂർണമെൻറ്റുകളിൽ അനേകം പേർ ഈ ടീമിനു വേണ്ടി ബൂട്ട് അണിഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, മീന ടീമിൽ അണിചേരുക വഴി ജോലി തേടിയെത്തിയ അനേകം ആളുകൾക്ക് ജോലികൾ കണ്ടെത്തുവാനും സഹായകമായിട്ടുണ്ട്. കുടുംബങ്ങളെ വിട്ട് പ്രവാസിയായി മരുഭൂമിയിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം ഇല്ലാതാകുവാനും ഗൾഫിലെ സുഖ സൗകര്യങ്ങളിൽ മതിമറന്ന് ജീവിക്കാതെയും മറ്റ് തെറ്റുകളിലേക്ക് നീങ്ങാതിരിക്കുവാനും ഈ ഫുട്ബോൾ സൗഹൃദത്തിൽ പങ്കാളികളായതിലൂടെ ഉണ്ടായ നേട്ടമാണെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു. കളി മൈതാനിയിൽ മദ്യപിച്ച നിലയിലും കളിക്കിടയിൽ വഴക്കുകൂടൽ, മോശം പദപ്രയോഗങ്ങൾ എന്നിവ പാടില്ലെന്നും അത്തരക്കാർക്ക് തുടർന്ന് ടീമിൽ കളിക്കുവാൻ അവസരമുണ്ടാകില്ല എന്ന നിലപാടും മീന ടീമിൻ്റെ പ്രത്യേകതയായിരുന്നുവെന്നും അവർ പറഞ്ഞു. കാൽപന്ത് കളിയിൽ സൂക്ഷിക്കേണ്ട അപകട സാധ്യതകളെക്കുറിച്ച് ഓർത്തോ വിഭാഗം ഡോക്ടർ ഇബ്രാഹിമിൻ്റെ ആരോഗ്യ ക്ലാസും റമദാനിൽ സമൂഹ നോമ്പുതുറ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. 34 വർഷത്തിനു ശേഷം നാട്ടിൽ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുക വഴി കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പഴയകാല കൂട്ടുകാരെ വീണ്ടും ഒരിക്കൽ കൂടി കാണുവാനും ഒന്നിച്ച് കളിക്കുവാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷത്തിലാണ് എല്ലാവരും. തങ്ങൾ കളിച്ചിരുന്ന മറ്റു മൈതാനങ്ങളെയും ഓർക്കാൻ ആ 4 മൈതാനങ്ങളുടെ പേരുകളാണ് ടീമുകൾക്ക് നൽകിയത്. മത്സരത്തിൽ ടീം മിനാസൈദ് വിന്നറായി. ടീം അൽവഹദ റണ്ണറാവുകയും ചെയ്തു. സുഹേൽ പട്ടാമ്പിയെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തു. സ്പോൺസർ ഡീപ് സീ ഫുഡ് കമ്പനി മാനേജർ ലത്തീഫ്, സംഗമം കോർഡിനേറ്റർ സലാം മങ്കട, മുജീബ് ഒറ്റപ്പാലം, ബഷീർ വളാഞ്ചേരി, അഹമ്മദ് കുട്ടി വേങ്ങര, മജീദ് വാണിയമ്പലം, ഖാദർ ഹാജി കുമരനെല്ലൂർ, ഖാലിദ് തിരൂർ, കരീം മണ്ണാർക്കാട്, ഷാജി തിരുവനന്തപുരം, G7 ഖാലിദ് എന്നിവർ പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു. ഇടവേളകളിൽ ഗായകരായ മുജീബ് മണ്ണാർക്കാടും കല്ലു കരീമും കൂടി പാട്ടുപാടി സംഗമത്തിന് കൊഴുപ്പേകി. രാവിലെ 9 മണിക്ക് തുടങ്ങിയ സംഗമം ഉച്ചയ്ക്ക് 3 മണിയോടെ സമാപിച്ചു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.